ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ലേണിംഗ്. അപ്പോൾ നമ്മൾ 6ാം ക്ലാസ്സിലേക്ക് കടക്കാൻ പോവാണ് അല്ലേ. അപ്പോൾ 6ാം ക്ലാസ്സിൽ നമ്മൾ ഈ സയൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട പാർട്ടുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്, ഓരോ ചാപ്റ്ററിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ സയൻസിലെ NCERT ബുക്ക് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യുന്നത്. NCERT ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ നമ്മൾ എന്ത് ചെയ്യും, ഉടൻ തന്നെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ NCERT പഠിക്കുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ NCERT ഫോളോ ചെയ്യുന്ന സ്റ്റുഡൻസിനോടാണ് നമ്മുടെ മേജർലി എന്ത് ചെയ്യുന്നത്, ഈ ഒരു വീഡിയോ നിങ്ങൾ കാണണം തീർച്ചയായിട്ടും. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, സയൻസിലെ ക്ലാസ് 6 സയൻസിലെ നിങ്ങളുടെ NCERT ന്യൂ ടെക്സ്റ്റ് ബാക്ക് ആയിട്ടുള്ള ക്യൂരിയോസിറ്റിയിലുള്ള ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ചാപ്റ്ററിലേക്ക് പോവാം. സോ ഫസ്റ്റ് നമ്മൾ ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് എന്താണ്, സ്പിരിറ്റ് ഓഫ് ഇൻക്വയറി ആണ്. അതായത് നമ്മൾ ഒരു എന്തെങ്കിലും കാര്യം നമ്മൾ എന്താണ് തേഴ്സ്റ്റ് അല്ലെ, നമുക്ക് എന്തെങ്കിലും കാര്യം കണ്ടെത്താനുള്ള ഒരു തേഴ്സ്റ്റിനാണ് നമ്മൾ ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത്. സോ ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് ക്യൂരിയോസിറ്റിന്റെ ഫസ്റ്റ് ചാപ്റ്ററിനെ നമ്മൾ വണ്ടർഫുൾ വേൾഡ് ഓഫ് സയൻസ് അല്ലെങ്കിൽ സയൻസിനെ കുറിച്ച് നമ്മൾ അല്ലെങ്കിൽ സയൻസിന്റെ ക്യൂരിയോസിറ്റി മൈൻഡ് എത്രത്തോളം ഉണ്ടെന്ന് മെഷർ ചെയ്യുന്ന ഒരു വണ്ടർഫുൾ വേൾഡ് ഓഫ് സയൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നേച്ചറിൽ നടക്കുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ കാണുമ്പം ഹൗ ആൻഡ് വൈ എന്ന് ചോദിക്കുക, അതുപോലെ തന്നെ നമ്മൾ എക്സ്പെരിമെന്റിങ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എക്സ്പെരിമെന്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിനൊക്കെ ഡീറ്റെയിൽ ആയല്ലോ കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആണ് എന്ത് ആക്ച്വലി ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. വണ്ടർഫുൾ വേൾഡ് ഓഫ് സയൻസ് എന്നാണ് ഫസ്റ്റ് ചാപ്റ്റർ പറയുന്നത്. സോ ആദ്യത്തെ 3 ചാപ്റ്റർ എന്ന് പറയുന്നത് ഫൗണ്ടേഷണൽ കോൺസെപ്റ്റ്സ് ആണ്. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യത്തെ 3 ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ രണ്ടാമത്തെ ചാപ്റ്റർ നമുക്ക് നോക്കാം, ലിവിങ് ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റി ഓഫ് ദ ലിവിങ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. സോ ആ ചാപ്റ്ററിൽ മേജർലി നമ്മൾ നോക്കുന്നത് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫ്ലവേഴ്സ്, അതുപോലെ തന്നെ ആനിമൽസ്, ഇതിനെയൊക്കെ ഗ്രൂപ്പ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അവരുടെ ഹാബിറ്റാറ്റ് എന്താണ്, അഡാപ്റ്റേഷൻ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മേജർലി ആ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ചാപ്റ്റർ 3ലേക്ക് വരുന്ന സമയത്ത് ചാപ്റ്റർ 3 മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. സോ അതിൽ മേജർലി നമ്മൾ ന്യൂട്രിയൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നമ്മൾ ഫുഡിൽ കഴിക്കുന്ന ന്യൂട്രിയൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സ് എന്താണ്, പ്രോട്ടീൻസ് എന്താണ്, ഫാറ്റ്സ് എന്താണ്, അതുപോലെ തന്നെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് തിങ്സ് ഉണ്ട്, ബാലൻസ്ഡ് ഡയറ്റ് ഉണ്ട്, ഹെൽത്ത് ഉണ്ട്, അതുപോലെ തന്നെ മില്ലറ്റ്സ് ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ചാപ്റ്റർ 4, 5, 6ലേക്ക് വരുന്ന സമയത്ത് 4th ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ മാഗ്നറ്റ്സിനെ കുറിച്ച് പഠിക്കുന്നതാണ്. മാഗ്നറ്റ്സിന്റെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് തിങ്സ് ഉണ്ട്, ഇലക്ട്രോ മാഗ്നറ്റ്സ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മളൊരു കോമ്പസ് വെച്ചിട്ട് ഡയറക്ഷൻ മനസ്സിലാക്കുക, അതുപോലെ തന്നെ അട്രാക്ഷൻ എപ്പോഴാണ് ചെയ്യുക, മാഗ്നറ്റ്സ് റിപ്പൽഷൻ എപ്പോഴാണ് ചെയ്യുക, ഈ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ മേജർലി ആ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി 5th ചാപ്റ്ററിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് മോഷൻ ആൻഡ് മെഷർമെന്റ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ നെയിം. അപ്പം മോഷൻ ആൻഡ് മെഷർമെന്റ് ഓഫ് ഡിസ്റ്റൻസ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ നെയിം. അതുകൊണ്ട് തന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഡിഫറെന്റ് ലെങ്സുകൾ മെഷർ ചെയ്യാനും അതുപോലെ തന്നെ റെക്റ്റിലീനിയർ മോഷൻ, സർക്കുലർ മോഷൻ, റൊട്ടേഷൻ മോഷൻ, പീരിയോഡിക് മോഷൻ, ഇങ്ങനെയുള്ള ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മോഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് എന്ത് ചെയ്യും പഠിക്കും. അതുപോലെ തന്നെ മെറ്റീരിയൽസ് അറൗണ്ടേഴ്സ്, അതായത് നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ എങ്ങനെയാണ് ഗ്രൂപ്പ് ചെയ്യുക വിത്ത് ദെയർ ട്രാൻസ്പെറൻസി, ഹാർഡ്നെസ് ആൻഡ് സോലിബിലിറ്റി, ഇങ്ങനെയുള്ള ക്യാരക്ടറിസ്റ്റിക് ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ മെറ്റീരിയൽസിനെ ഗ്രൂപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചാപ്റ്റർ 6 എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത്. ഇനി ചാപ്റ്റർ 7ലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഹീറ്റിനെ കുറിച്ചും ടെമ്പറേച്ചറിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് മേജർലി ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഹീറ്റ് എന്താണ്, കോൾഡ് എന്താണ്, ഇതിന്റെ റിലയബിൾ മെഷർ എന്താണ്, അതുപോലെ തന്നെ നമ്മൾ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ് തെർമോമീറ്റർ എന്ന് പറയുന്നത്. ആ തെർമോമീറ്ററിന് 2 ടൈപ്സ് ഓഫ് തെർമോമീറ്റർ ഉണ്ട്, ക്ലിനിക്കൽ ഉണ്ട്, ലബോറട്ടറി ഉണ്ട്. സോ ആ തെർമോമീറ്ററിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതുപോലെ ഹീറ്റ് ട്രാൻസ്ഫേഴ്സ് ഡിഫറെന്റ് കൈൻഡ്സ് ആണ് നടക്കുന്നത്, കണ്ടക്ഷൻ ഉണ്ട്, കൺവെക്ഷൻ ഉണ്ട്, റേഡിയേഷൻ ഉണ്ട്. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ മേജർലി ആ ഒരു ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് വാട്ടർ എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് അടുത്തൊരു ചാപ്റ്ററിലേക്ക് നമ്മൾ മൂവ് ഓൺ ചെയ്യുന്നത്. സോ ആ ചാപ്റ്ററിൽ മേജർലി ഡിസ്കസ് ചെയ്യുന്നത് വാട്ടറിന്റെ ഡിഫറെന്റ് സ്റ്റേറ്റ് ആണ്. അതായത് വാട്ടറിന്റെ ഐസ് എന്ന് പറയുന്ന സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് ആയിട്ടുള്ള വാട്ടർ, ദെൻ ഗ്യാഷ്യസ് ആയിട്ടുള്ള സ്റ്റീം എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് എന്ത് ചെയ്യും നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ അത് നാച്ചുറലി നടക്കുന്ന ഒരു സൈക്കിൾ, വാട്ടർ സൈക്കിൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ചാപ്റ്റർ 9ലേക്ക് പോകുന്ന സമയത്ത് ചാപ്റ്റർ 9 സെപ്പറേഷൻ മെത്തേഡ്സ് ആണ്. ഡിഫറെന്റ് ആയിട്ടുള്ള കൈൻഡ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് അല്ലെങ്കിൽ മിക്സ്ചേഴ്സിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന ടെക്നിക്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഹാൻഡ് പിക്കിംഗ്, സീവിങ്, ഫിൽട്രേഷൻ, ഇവാപ്പറേഷൻ, ഇങ്ങനെയുള്ള ഡിഫറെന്റ് കൈൻഡ്സ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ചാപ്റ്റർ 9ലേക്ക് പോകുന്ന സമയത്ത് പഠിക്കുന്നത്. ഇനി ഓരോ ചാപ്റ്റർ എന്ത് ചെയ്യാം നമ്മൾ ഡിസ്കസ് ചെയ്യാം. ലാസ്റ്റ് ഒരു ചാപ്റ്റർ കൂടിയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് ലാസ്റ്റ് 1-2 ചാപ്റ്റേഴ്സ് കൂടിയാണ് പറയാനുള്ളത്. അത് എന്ത് ചെയ്യാം നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. സോ ഓരോ ചാപ്റ്ററിൽ നമ്മൾ ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിംഗ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കുന്നത്, ഓരോ ഡിഫറെന്റ് പ്ലാന്റ്സിനെയും ആനിമൽസിനെയൊക്കെ ഗ്രൂപ്പിംഗ് ചെയ്യുന്നത്, അതിനെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഗ്രൂപ്പിംഗ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൽ ഹാബിറ്റാറ്റ്സ് പഠിക്കാനുണ്ട്, ആനിമൽസും പ്ലാന്റ്സും ഒക്കെ കാണുന്ന ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഹാബിറ്റാറ്റും അതിന്റെ ഇന്റർ ഡിപ്പെൻഡൻസ്, എങ്ങനെയാണ് പ്ലാന്റ്സും ആനിമൽസും ഇന്റർ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അവരുടെ അഡാപ്റ്റേഷൻസ്, എന്തൊക്കെ ചേഞ്ചസ് ആണ് അവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ആ ചേഞ്ചസ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ മെയിൻലി
ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമ്മളെ മൈൻഡ്ഫുൾ ഈറ്റിംഗ് ഫോർ ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മളെ ബോഡിയിൽ ഫ്യൂവൽ ആയിട്ടാണല്ലോ നമ്മളെ ഫുഡ് വർക്ക് ചെയ്യുന്നത്. സോ ആ ബോഡി ഫ്യൂവലിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫുഡിനെ കുറിച്ചാണ് മേജർലി ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ തന്നെ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, മിനറൽസ് ഇങ്ങനെയുള്ള കാര്യങ്ങളും അതിന്റെ ഇമ്പോർട്ടൻസും ആണ് എന്ത് ചെയ്യുന്നത് ആ ഒരു ചാപ്റ്ററിൽ മേജർലി ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാലൻസ് ഡയറ്റ്, ഡയറ്ററി ഫൈബർ, വാട്ടർ, അങ്ങനെയുള്ള പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി മെത്തഡ് ഓഫ് സെപ്പറേഷൻ ആണ് നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത്. മെത്തഡ് ഓഫ് സെപ്പറേഷനിൽ ഹാൻഡ് പിക്കിംഗ് ഉണ്ട്, സീവിംഗ് ഉണ്ട്, ഫിൽട്രേഷൻ ഉണ്ട്, ഇവാപ്പറേഷൻ ഉണ്ട്, അങ്ങനെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് തിങ്സ് ഉണ്ട്. അതിൽ ഹാൻഡ് പിക്കിംഗ് എന്ന് പറയുന്നത് സൈസിന്റെ ഡിഫറൻസ് അനുസരിച്ചാണ് ചെയ്യുന്നത്. സീവിംഗ് ആണെങ്കിൽ പാർട്ടിക്കിൾസിന്റെ സൈസ് ഡിഫറൻസ് അനുസരിച്ചാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഫിൽട്രേഷൻ ആണെങ്കിൽ ഒരു ഇൻസോളിബിൾ സോളിഡിനെ ഒരു ലിക്വിഡിൽ നിന്നാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സോളിബിൾ സോളിഡിനെ ഒരു ലിക്വിഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന ടെക്നിക്കാണ്. ഇതൊക്കെ എവിടേക്കാണ് റിയൽ ലൈഫിൽ നമുക്ക് കാണാൻ പറ്റുക. അപ്പം ഹാൻഡ് പിക്കിംഗ് നമ്മൾ റിമൂവിങ് സ്റ്റോൺ ഫ്രം റൈസിൽ നിന്ന് കമ്പാരിറ്റീവ്ലി ഒരു ലാർജ് സൈസ് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ റിമൂവ് ചെയ്യുന്നു. അതുപോലെ തന്നെ സെപ്പറേഷൻ ബ്രാൻ ഫ്രം ഫ്ലോർ, അതായത് നമ്മൾ തവിട്, അതായത് നമ്മളെ ഫ്ലോറിൽ നിന്ന് ബ്രാൻഡിന് എന്ത് ചെയ്യാണ്, നമ്മൾ കളയാണ്. സോ ആ ഒരു ടെക്നിക്ക് സീവിംഗിൽ വരുന്നതാണ്. ഫിൽറ്ററിങ് ടീ ലീവ്സ് ഫ്രം ടീ, അതായത് ടീയിൽ നിന്ന് ടീ ലീവ്സ് എന്ത് ചെയ്യുന്നു, നമ്മൾ ഫിൽറ്റർ ചെയ്യുന്നു. ഒബ്റ്റെയിനിങ് സോൾട്ട് ഫ്രം സീ വാട്ടർ, അതായത് ഉപ്പ് വെള്ളത്തിൽ അല്ലെങ്കിൽ നമ്മൾ കടൽ വെള്ളത്തിൽ നിന്ന് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന എന്താണ് റിയൽ ലൈഫ് എക്സാമ്പിൾ ആണ്. ഇനി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് എക്സ്പ്ലോറിംഗ് മാഗ്നറ്റിക് പവർ എന്ന് പറയുന്ന ചാപ്റ്റർ, അല്ലെങ്കിൽ എക്സ്പ്ലോറിംഗ് മാഗ്നറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. അതിൽ മേജർലി അട്രാക്ഷനും റിപ്പൽഷനും മാഗ്നറ്റിന്റെ ഡയറക്ഷൻ പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, മാഗ്നറ്റിനോട് അട്രാക്ഷൻ കാണിക്കുന്ന ആളുകളെയാണ് നമ്മൾ മാഗ്നറ്റിക് മെറ്റീരിയൽസ് വിളിക്കുക. സോ ആ മാഗ്നറ്റിക് മെറ്റീരിയൽസിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ടൈം അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി ടിപ്സ് എങ്ങനെയാണ്. അപ്പൊ നമ്മൾ 3 ഗോൾഡൻ റൂൾ ആണ് നമ്മൾ പ്രിപ്പറേഷൻ ടൈമിൽ സയൻസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടത്. എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്, നമ്മൾ ഓരോ ഡയഗ്രാംസ് എന്ത് ചെയ്യും, ഇമ്പോർട്ടൻ്റ്ലി മനസ്സിലാക്കേണ്ട കുറെ ഡയഗ്രാംസ് ഉണ്ട് നമ്മുടെ ചാപ്റ്ററിൽ. അത് ആ ഡയഗ്രാംസ് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ലൈക്ക് നമ്മളെ സയൻസിൽ തന്നെ ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള, ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റ്സ് ഉണ്ട് അല്ലെ. അപ്പം അതിലെന്ത് ചെയ്യും, വാട്ടർ സൈക്കിൾ ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ്സ് ഉണ്ട്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു സൈക്കിൾ എന്ത് ചെയ്തോണം നമ്മൾ പഠിച്ചു വെക്കണം. ആ ഒരു ഡയഗ്രാംസ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. ഇനി കണക്ട് ടു റിയൽ ലൈഫ്, നമ്മൾ എന്ത് കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിലും അത് എന്ത് ചെയ്യുക, സെപ്പറേഷൻ ടെക്നിക്ക് ആണെങ്കിലും അതുപോലെ തന്നെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് തിങ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എർത്തിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ബിയോണ്ട് ദ എർത്ത് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ റിയൽ ലൈഫ് എക്സാമ്പിൾസ് വെച്ചിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. അതുപോലെ വൊക്കാബുലറി ഫ്ലാഷ് കാർഡ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ന്യൂട്രിയന്റിനെ പഠിക്കാൻ വേണ്ടിയിട്ട്, ഒരു കാർബോഹൈഡ്രേറ്റിനെ പഠിക്കാൻ വേണ്ടിയിട്ട് കാർബോഹൈഡ്രേറ്റ് എവിടെയൊക്കെയാണ് കാണുന്നത്, അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു ഫ്ലാഷ് കാർഡ്സ് ഒക്കെ മേക്ക് ചെയ്തിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. മാഗ്നറ്റിസത്തിന്റെ പ്രോപ്പർട്ടീസ്, അത് മാഗ്നറ്റിന് 2 പോളുകളുണ്ട്, നോർത്ത് സൗത്ത് 2 പോളുകളുണ്ട്, എക്സിസ്റ്റിംഗ് പേയേഴ്സ് ആണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ട് ഒരു ഫ്ലാഷ് കാർഡ്സ് ഒക്കെ മേക്ക് ചെയ്തിട്ട് ഇവാപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്, എന്ത് ടെക്നിക്കാണ്, എന്താണ് അവിടെ നടക്കുന്നത്, അതൊക്കെ എന്ത് ചെയ്യുക, ഫ്ലാഷ് കാർഡ്സ് മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. ഇനി ഒരു വാട്ടർ സൈക്കിളിന്റെ ജേർണി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവാപ്പറേഷൻ ആണ്. ആദ്യം തന്നെ എന്ത് ചെയ്യും, വാട്ടർ, അതായത് ലാൻഡിലുള്ള വാട്ടർ സണ്ണിന്റെ ഹീറ്റിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, ഇവാപ്പറേറ്റ് ചെയ്യും. ദെൻ അത് കണ്ടൻസേഷൻ നടക്കും, നമ്മൾ അറ്റ്മോസ്ഫിയറിൽ വെച്ചിട്ട് കണ്ടൻസേഷൻ നടക്കും. ദെൻ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കും. പ്രസിപ്പിറ്റേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നീട് നടക്കുന്നത് എന്താണ്, കളക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ്. ആ കളക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ്, നമ്മളെ പ്രസിപ്പിറ്റേഷൻ നടന്ന ആ ഒരു റെയിൻ വാട്ടറിനെ, അതായത് പ്രസിപ്പിറ്റേഷൻ നടന്നിട്ടുള്ള സ്നോ അല്ലെങ്കിൽ ഹെയിലിനെ, റെയിനൊക്കെ നമ്മളൊരു കളക്ട് ചെയ്തിട്ട് ഒരു പാത്തിലേക്ക് വന്നിട്ട് റിവേഴ്സിലേക്കോ അല്ലെങ്കിൽ ഓഷ്യനിലേക്കോ എത്തുന്നതാണ് നമ്മുടെ കളക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയുള്ള ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാപ്റ്റർ ആണ്, ദാറ്റ് ഈസ് ബിയോണ്ട് ദ എർത്ത് എന്ന് പറയുന്ന ചാപ്റ്റർ. സയൻസ് ഈസ് നെവർ എൻഡിങ് ഡിസ്കവറി, എനി ക്വസ്റ്റ്യൻസ് യുവർ സയന്റിഫിക് ജേർണി സ്റ്റാർട്ട് നൗ എന്നാണ് നമ്മൾ ലാസ്റ്റ് കൊടുത്തത്. അപ്പോൾ ബിയോണ്ട് ദ എർത്ത്, അതായത് നമ്മൾ എർത്തിന് ബിയോണ്ട് ആയിട്ടുള്ള ഒരുപാട് കോൺസ്റ്റലേഷൻസും അതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ തീർച്ചയായിട്ടും പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിലാക്കണം. സോ ഇതാണ് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് 6 സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള NCERT പഠിക്കേണ്ട മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി സിംപ്ലിഫൈഡ് ആയിട്ടുള്ള രീതിയിലാണ് പറഞ്ഞുള്ളത്. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത വർഷം നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് സ്റ്റഡി ചെയ്യേണ്ടത്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോക്ക് വരെ വെയിറ്റ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ 6ലേക്ക് കടക്കാൻ പോകുന്ന നിങ്ങൾ NCERT പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക് യു ഓൾ.